2025 സംഭവിക്കാൻ പോകുന്ന വ്യാഴമാറ്റവും ശനിമാറ്റവും വഴി കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. 2025 ശനി സംക്രമ സമയത്ത് കന്നി രാശിക്കാർക്ക് 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമായ ശനി 7ാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ കാലഘട്ടം ദീർഘകാല പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുന്നതാണ്. പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. കൂടാതെ പ്രണയബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം, ഇതൊക്കെയാണ് 7ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രണയവിവാഹത്തിനുള്ള അവസരങ്ങളൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ദീർഘനാളുകളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രണയബന്ധത്തിനൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ച് പോകാനൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ബന്ധത്തിൽ ആണെങ്കിൽ അത് വിവാഹത്തിന് വഴിയൊരുക്കും. കൂടാതെ വിവാഹം കഴിച്ചിട്ടും എന്തെങ്കിലും കാര്യങ്ങളാൽ പിണങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കുന്നതാണ്. ശനി സംക്രമം 2025 വിവാഹ, ബിസിനസ് ശ്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് അവശ്യ കാര്യങ്ങൾ എന്നിവയ്ക്കായി ബാങ്കുകളിൽ നിന്ന് വായ്പ തേടുന്നത് ഈ ഘട്ടത്തിൽ ഫലപ്രദമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെറുകിട അല്ലെങ്കിൽ വൻകിട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ആ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ സമയത്ത് ബിസിനസ് പങ്കാളിയുമായുള്ള ബന്ധം വളർത്തിയെടുക്കുന്നത് വളരെയധികം നിർണായകമായിരിക്കും. കൂടാതെ ഈ ശനി 9, 1, 4 ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് വിസ്തൃതമായ യാത്രയ്ക്കുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് കുറേ ലാഭമൊക്കെ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ ശനി വരുന്നത് കൊണ്ട് നമ്മൾ നാട് വിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾ നാട് വിട്ട് നിൽക്കുമ്പോൾ മാനസികമായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഭാവിയിൽ നല്ലതായി വരുമെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ജൂലൈ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഗാർഹിക അന്തരീക്ഷത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുൻകരുതലൊക്കെ എടുക്കുക. ഈ ഘട്ടത്തിൽ സാഹചര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സംക്രമം ദീർഘകാല നിക്ഷേപിക്കുന്നവർക്കും അന്താരാഷ്ട്ര ബിസിനസ് സംരംഭകർക്കും അനുകൂലമായിരിക്കും. ദാമ്പത്യബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. സുസ്ഥിരമായ ദാമ്പത്യ സന്തോഷത്തിനായി സത്യസന്ധതയും വിശ്വസ്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ശനിയുടെ ഒരു മാറ്റത്തിന്റെ ഒരു സംഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വ്യാഴത്തിന്റെയും കൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വ്യാഴത്തിന്റെ മാറ്റം മെയ് 14 ശേഷമാണ് വരുന്നത്. ആ മെയ് 14 ശേഷമുള്ള വ്യാഴമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വ്യാഴമാറ്റം 4ാമത്തെയും 7ാമത്തെയും ഭാവങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. കൂടാതെ വ്യാഴം 2025 മിഥുന രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഇത് നിങ്ങളുടെ 10ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ്. പ്രത്യേകിച്ച് ജാതകത്തിൽ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണെങ്കിലും ചാരവശാൽ വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷഫലങ്ങളായിരിക്കും സാധാരണ നൽകുക. അതുകൊണ്ട് നമ്മൾ ആ സമയം വളരെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം മൂലം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും വരുന്നത്. ഒരുതരം വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടം തന്നെയായിരിക്കും വരുന്നതെങ്കിലും ശനി മാറുന്നത് മീനൻ രാശിയിലേക്കായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജിയെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നീക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ കൂടുതൽ കരുതലോടുകൂടി ജോലി ചെയ്യാൻ ശ്രമിക്കുക. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് കൂടാതെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഓരോ ദിവസവും വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് സഹപ്രവർത്തകരിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മുൻകരുതലൊക്കെ എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ശനിമാറ്റവും വ്യാഴമാറ്റവും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന 2.5 വർഷക്കാലം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാനും സാധിക്കുന്നതാണ്.